തിരുവനന്തപുരം കോർപ്പറേഷനിലെ കുറവൻകോണത്ത് ദീപിക ആർ നായർ LDFന്റെ സ്ഥാനാർത്ഥിയാകും. RJDക്ക് അനുവദിച്ച സീറ്റാണിത്. നേരത്തെ ഇവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച അഡ്വക്കേറ്റ് സൗമ്യ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്ന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയായിരുന്നു. ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, പറയൂ. കുറവൻകോണത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ആ അനിശ്ചിതത്വത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. LDFന്റെ സീറ്റ് ഉപചനത്തിൽ RJDക്ക് അനുവദിച്ച സീറ്റായിരുന്നു കുറവൻകോണം. അവിടെ ആദ്യം സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് അഡ്വക്കേറ്റ് സൗമ്യയായിരുന്നു. സൗമ്യയുടെ പേര് വോട്ടർ പട്ടികയുടെ സപ്ലിമെന്ററി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ വോട്ടർ പട്ടികയിൽ ഇല്ലാതായി. കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂലമായ വിധി സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് സ്ഥാനാർത്ഥിയിൽ നിന്ന് അവർ പിന്മാറിയത്. പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ആശയവിനിമയം RJDക്കും CPIM-നും ഇടയിൽ നടക്കുകയായിരുന്നു. അല്പം മുമ്പാണ് അതുമായി ബന്ധപ്പെട്ട തീരുമാനമായത്. ദീപിക ആർ നായർ ആയിരിക്കും RJDക്ക് വേണ്ടി കുറവൻകോണത്ത് മത്സരിക്കുക. RJDയുടെ ചിഹ്നത്തിൽ തന്നെയായിരിക്കും മത്സരമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും RJDക്ക് അനുവദിച്ച സീറ്റ് അവരുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ നൽകാൻ ഒടുവിൽ CPIM തീരുമാനമായിരിക്കുന്നു. ദീപിക ആർ നായർ നാളെ പത്രിക നൽകുമെന്നാണ് RJD നേതൃത്വം ഇപ്പോൾ അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.